ദഹനകാലം 4-ാം ഞായർ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. കാനായിലെ കല്യാണ വിരുന്ന്. കല്യാണ വീട്ടിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കുന്ന അത്ഭുതം യേശുവിന്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന ആദ്യത്തെ സംഭവമായിരുന്നു. മറ്റു സുവിശേഷകർ യേശുവിന്റെ അമാനുഷികമായ ഇത്തരം പ്രവൃത്തികളെ അത്ഭുതം എന്ന് വിളിക്കുമ്പോൾ യോഹന്നാൻ അവയെ അടയാളം എന്നാണ് വിളിക്കുക. അവൻ ദൈവമാണെന്നതിന്റെ അടയാളമായിട്ടാണ് ഈ അത്ഭുതങ്ങളെ യോഹന്നാൻ കാണുന്നത്. അമ്മയുടെ വാക്ക് ധിക്കരിക്കാൻ സാധ്യമല്ലാത്തതിനാലാകാം യേശു തന്നെ വെളിപ്പെടുത്താൻ സമയമായിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവളുടെ മാധ്യസ്ഥം കൈക്കൊള്ളുന്നത്. തന്നെ പെറ്റുവളർത്തിയ അമ്മയ്ക്ക് എത്രമാത്രം പ്രാധാന്യം യേശു നൽകിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ സംഭവം. കാനായിലെ ഈ വിവാഹത്തിലേക്ക് മറിയവും യേശുവും കൂടെ 12 ശിഷ്യരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നതും കലവറ വിഷയത്തിൽ പോലും ഇടപെടാൻ മാത്രം സ്വാതന്ത്ര്യവും അവൾ കാണിച്ചതിനാൽ ഏതോ അടുത്ത ബന്ധത്തിൽപ്പെട്ട ഒരു കുടുംബമായിരുന്നു അതെന്ന് വേണം അനുമാനിക്കാൻ. ഒരു നല്ല അമ്മ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു മറിയം എന്നതിൽ തെല്ലും സംശയമില്ല. ഇളയമ്മയായ എലീശയെ ശുശ്രൂഷിക്കാൻ അവൾ മുമ്പ് ഇറങ്ങി പുറപ്പെട്ടതും സ്വതസിദ്ധമായ അവളുടെ വ്യക്തിപ്രഭാവം തന്നെ. സ്വർഗത്തിലായിരിക്കുമ്പോഴും അവൾ ഇന്നും നമ്മുടെ കാര്യങ്ങളിൽ ബദ്ധശ്രദ്ധയാണ്. ദൈവരാജ്യ സംസ്ഥാപനത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് പ്രവർത്തിച്ച ഈ അടയാളം. വളരെ നിർണായകമായ 6 അത്ഭുതങ്ങൾ കൂടെ 12 വരെയുള്ള അധ്യായങ്ങളിൽ യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം അധ്യായത്തിൽ സ്നാപയോഹന്നാന്റെ സാക്ഷ്യം മുതൽ 4 ദിവസങ്ങൾ അവന്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് 3 ദിവസം കൂടെ കഴിയുമ്പോഴാണ് കാനായിലെ കല്യാണ വിരുന്ന് നടക്കുന്നത്. അങ്ങനെ തന്റെ പരസ്യ ജീവിതത്തിലെ 7-ാമത്തെ ദിനത്തിലാണ് യേശു ഈ അടയാളം പ്രവർത്തിക്കുന്നത്. ഇതിലൂടെ വളരെ പ്രധാനപ്പെട്ട ദൈവിക ഇടപെടലിന്റെ ഒരു പുതിയ യുഗം ആരംഭിക്കുകയാണ്. അത് ഒരു കുടുംബത്തിലൂടെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. പഴയ നിയമത്തിന്റെ ആരംഭത്തിൽ ആദത്തിന് ഒരു ഇണയെ നൽകി ആശീർവദിച്ച് കുടുംബജീവിതത്തിന് അടിസ്ഥാനമിട്ട ദൈവം പുതിയ നിയമത്തിന്റെ ആരംഭത്തിലും കുടുംബജീവിതത്തിലൂടെ തന്നെയാണ് അത് സമാരംഭിക്കുന്നത്. മറിയത്തിനും സക്രിയായ്ക്കും ഗബ്രിയേൽ മാലാഖ നൽകുന്ന മംഗളവാർത്ത നൽകുന്ന സംഭവങ്ങളും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അനാദി മുതലുള്ള ദൈവത്തിന്റെ പ്രത്യേക പരിഗണന കുടുംബമാണ് എന്ന് ചുരുക്കം. കുടുംബത്തെ ഗാർഹിക സഭയെന്നാണല്ലോ വിളിക്കുന്നത്. കാനായിലെ വിവാഹ വിരുന്നിനു ശേഷം യോഹന്നാൻ 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ദേവാലയ ശുദ്ധീകരണമാണ്. സമാന്തര സുവിശേഷങ്ങളിൽ അധ്യായങ്ങളിൽ യേശുവിന്റെ വധത്തിന് പ്രധാന കാരണമായി രേഖപ്പെടുത്തിയിട്ടുള്ള ദേവാലയ ശുദ്ധീകരണം ആദ്യ അധ്യായത്തിൽ തന്നെ യോഹന്നാൻ എഴുതിയതിനും പഴയ നിയമത്തെ മുഴുവൻ പുതിയ നിയമത്തിൽ വിശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി വേണം കണക്കാക്കാൻ. പഴയ നിയമത്തിൽ 7-ാം ദിവസം സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയ ദൈവം പുതിയ നിയമത്തിൽ തന്റെ പരസ്യ ജീവിതത്തിന്റെ 7-ാം ദിവസം കുടുംബത്തെയും അതിന്റെ കൂട്ടായ്മയ്ക്കായി രൂപം കൊടുത്ത ദേവാലയത്തെയും ശുദ്ധീകരിച്ചു. പുതിയ സൃഷ്ടിക്ക് രൂപം കൊടുത്തതിന്റെ ഭാഗമാണ് 2-ാം അധ്യായത്തിലെ ജലം വീഞ്ഞാക്കി തന്റെ ദൈവികത്വം വെളിപ്പെടുത്തുകയും തന്റെ ആലയം കള്ളന്മാരുടെ ഗുഹയാക്കാൻ അനുവദിക്കുകയില്ലെന്ന ന്യായത്തിൽ ശുദ്ധീകരണ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന യേശുവിന്റെ പ്രവൃത്തി. വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. 6 ഒരു അപൂർണ സംഖ്യയാണ്. 3, 7, 10, 12, 50, 70, 100 തുടങ്ങിയ സംഖ്യകളൊക്കെ ബൈബിളിലെ പൂർണ്ണസംഖ്യകൾ ആയി കണക്കാക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ അപൂർണ സംഖ്യയായ 6 എന്ന സംഖ്യയെ പൂർണ്ണതയുള്ള ഒന്നാക്കി യേശു മാറ്റുകയാണിവിടെ. ഏത് അയോഗ്യതയും യോഗ്യതയുള്ളതാക്കാൻ യേശുവിന് കഴിയും എന്ന് ചുരുക്കം. ആദം ഒറ്റയ്ക്കായിരുന്നപ്പോൾ അപൂർണനായിരുന്നു. അവന് ഹവ്വായെ നൽകി പൂർണ്ണനാക്കി. ഈജിപ്തിൽ തന്റെ ജനം അടിമത്തത്തിൽ ഞെരിഞ്ഞമർന്നപ്പോൾ വരെ അവരെ അതിൽ നിന്നും മോചിപ്പിച്ച് ലോകത്തെ മുഴുവൻ കീഴടക്കുന്ന അജയ്യ ശക്തിയാക്കി മാറ്റി. വിക്കനായ മോശയോട് കൂടെ നടന്ന് ലക്ഷങ്ങളുടെ നേതാവാക്കി. ഇടയ ചെറുക്കനായ ദാവീദിനെ ലോകം കണ്ടതിൽ വച്ച ഏറ്റവും മഹാനായ രാജാവാക്കി. ഇന്ന് വെറും സാധാരണ വെള്ളത്തെ മനുഷ്യരാരും അന്നുവരെ രുചിച്ചിട്ടില്ലാത്ത അത്ര മേൽത്തരം വീഞ്ഞാക്കി മാറ്റി.
യേശുവിനും വെള്ളം നിറച്ച പരിചാരകർക്കും മാത്രമേ ഈ വീഞ്ഞിന്റെ സ്രോതസ്സിനെ കുറിച്ച് അറിയാമായിരുന്നുള്ളൂ. വീഞ്ഞ് രുചിച്ചു നോക്കിയ കലവറക്കാരൻ അത്ഭുതത്തോടെ രണ്ടാമത് വിളമ്പിയ മേൽത്തരം വീഞ്ഞിന്റെ മേന്മയെക്കുറിച്ച് മണവാളനെയാണ് പ്രശംസിക്കുന്നത്. അതിൽ പങ്കാളിയായ മറിയവും യേശുവും പരിചാരകരും വിസ്മരിക്കപ്പെട്ടു. ഇതാണ് ലോകരീതി. കയ്യൂക്കുള്ളവർ ഇല്ലാത്തവന്റെ മുതലും സൗഭാഗ്യങ്ങളും ചുളുവിൽ തട്ടിയെടുക്കുന്നു, തടിച്ചും കൊഴുക്കുന്നു. ദുഃഖിതർക്കും ആലംബഹീനർക്കും നിരാശയർക്കും പീഡനമേൽക്കുന്നവർക്കും ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും മാറാരോഗികൾക്കും പാപികളെന്ന് മുദ്ര കുത്തപ്പെട്ടവർക്കുമൊക്കെ ആശ്രയവും ശബ്ദവുമാണ് യേശു. അവൻ കൂടെയുണ്ടെങ്കിൽ ഏത് കുറവുകളും നിറവുകളാകും. ഒരു കുടുംബത്തിലോ വ്യക്തികളിലോ എന്തെങ്കിലും പോരായ്മകൾ കാണുമ്പോൾ മറിയത്തെ പോലെ ആശ്വസിപ്പിക്കാനും തക്കതായ പരിഹാരമാർഗം നിർദ്ദേശിച്ചു കൊടുക്കാനുമാകണം. യേശു കൂടെയുള്ളവൻ പുതിയ നിയമ ചൈതന്യത്തിൽ പുതിയ മനുഷ്യനായി മാറണം. പുതിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. ഓരോ ദിവസവും മെച്ചപ്പെട്ട രീതിയിൽ ജീവിതം നവീകരിക്കപ്പെടണം. മറ്റുള്ളവരുടെ നവീകരണത്തിനായി യത്നിക്കണം.